ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. ഏവർക്കും നമസ്കാരം. ലളിതം സാഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകത്തോടുകൂടെ നമുക്ക് തുടങ്ങാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീതായ സാഖ്യയോഗോ നാമ്നേ ദ്വിതീയോऽധ്യായേ 20 ശ്ലോകഃ. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ. അജോ നിത്യഃ ശാശ്വതോऽയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഈ ആത്മാവ് ഒരിക്കലും ജനിക്കുന്നില്ല, മരിക്കുന്നതുമില്ല. ജനിച്ചിട്ട് വീണ്ടും ജനിക്കാതിരിക്കുന്നുണ്ടോ? അതുമില്ല. ജന്മമില്ലാത്തവനും നിത്യനും സ്ഥിരനും പണ്ടേ ഉള്ളവനുമായിട്ടുള്ള ഈ ആത്മാവ് ശരീരം ഹതമാകുമ്പോൾ ഹനിക്കപ്പെടുന്നതുമില്ല. ആത്മാവിനെ കുറിച്ചിട്ടുള്ള വളരെ വിശാലമായൊരു തത്വമാണ് ഇതിലൂടെ പറഞ്ഞത്. നാമത്തിലേക്ക് പോകാം. നാമം 464. കാലകണ്ഠി. കാലത്തിനെ കണ്ഠത്തിലാക്കിയിട്ടുള്ളത് ഏതൊരു ശക്തിയാണോ ആ ശക്തിയെ കാലകണ്ഠി എന്ന നാമത്താൽ വിശേഷിപ്പിക്കാം. കാല എന്നൊറ്റ വാക്കിന് കറുത്തത്, പിന്നെ കാലം, കാലഘട്ടം, കറ എന്നീ അർത്ഥങ്ങളുണ്ട്. കണ്ഠ എന്ന് പറഞ്ഞാൽ കണ്ഠ്യമായിട്ടുള്ളത്, അതായത് കണ്ഠത്തിൽ നിന്ന് വരുന്നത്. ഇടറിയ, ശബ്ദം, തൊണ്ട, കഴുത്ത്, ക്ഷിപ്രസാന്നിധ്യം, ഇടുങ്ങിയ സ്ഥലം, ഒരു ഫലവൃക്ഷം. ഇതൊക്കെ കണ്ഠ എന്ന നാമത്താൽ വിശേഷിപ്പിക്കാം. കാലഘട്ടത്തിൻ്റെ ശബ്ദമായിട്ടുള്ളവളാണ് ദേവി. ഈ ഒരു ലളിതമായ അർത്ഥം തന്നെ ആവട്ടെ ആരംഭത്തിൽ. സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ലാതെ ഓരോരോ കാലഘട്ടങ്ങളിലും അങ്ങനെയുള്ള ശബ്ദം മുഴങ്ങിയിട്ടുണ്ട്. മൂല്യച്യുതികൾക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. ഇക്കാലത്തുമുണ്ട്, മുൻപും ഉണ്ടായിരുന്നു, ഏത് കാലത്തിലും ഉണ്ടാവുകയും ചെയ്യും. അന്നേരം കാലത്തിനനുസരിച്ച് ശബ്ദമായിട്ടുള്ള പ്രഭാവങ്ങളെയാണ് ഈ നാമത്താൽ വിശേഷിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള പ്രഭാവത്തിൻ്റെ തെളിമ മൂലമാണ് അങ്ങനെ ശബ്ദമുയർത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നും ഭാവിക്കാം. അതായത് അങ്ങനെ ശബ്ദമുയർത്തുവാൻ കഴിഞ്ഞിട്ടുള്ളവരൊക്കെ കാലകണ്ഠി പ്രഭാവത്താൽ തെളിമയാർജിച്ചിട്ടുള്ളവരാണ്. ഒപ്പം കാലങ്ങളെ, അതായത് ജനന ജീവിത മരണങ്ങളെ തൻ്റെ കഴുത്തിൽ സൂക്ഷിച്ചിട്ടുള്ള പ്രഭാവമായിട്ടും വിഭാവനം ചെയ്യാം. ഭൂമിയുടെ സ്പന്ദനങ്ങളാണ് ആ ചൈതന്യത്തിൻ്റെ ചങ്ക്. അപ്പോൾ അത്രയും പാവനമായിട്ടാണ് ആ കർമ്മങ്ങൾ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത് എന്നാണ് അനുമാനിക്കേണ്ടത്. ഫലവൃക്ഷം എന്ന അർത്ഥം പറഞ്ഞിരുന്നു കണ്ഠത്തിനല്ലേ. ആ അർത്ഥത്തിലുള്ള വ്യാഖ്യാനം നോക്കുമ്പോൾ ഉണ്ടല്ലോ, പണ്ട് ശരീരത്തിൽ പിത്തകഫാദികൾ അധികമായിട്ടുണ്ടാകുമ്പോൾ മരുന്നിനായിട്ട് കണ്ഠം എന്ന ഈ വൃക്ഷത്തെ സമീപിക്കാറുണ്ട് എന്നാണ് കേൾവിപ്പെട്ടിരിക്കുന്നത്. ശരീരത്തിന് ഉന്മേഷവും തണുപ്പും പ്രദാനം ചെയ്യുന്നതാണ് ആ വൃക്ഷം. മനുഷ്യ ശരീരത്തിലെ കറയെ നീക്കം ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ കാലകണ്ഠിയെ വിശേഷിപ്പിക്കാം. ഈ പ്രകൃതിയിലെ ഓരോരോ സസ്യജാലങ്ങളെയും നമുക്കപ്പോൾ ഈ നാമങ്ങളിലൂടെ ദർശിക്കുവാനാകും. കണ്ഠി എന്നൊറ്റ വാക്കിന് കണ്ഠാഭരണം, കഴുത്തിൽ കെട്ടിയ കയറ് എന്നീ നാനാർത്ഥങ്ങളുണ്ട് കേട്ടോ. അന്നേരം കാലത്തിനെ പാശമായിട്ട് കഴുത്തിൽ അണിഞ്ഞിട്ടുള്ളവൾ കാലകണ്ഠി. കാലപാശം കഴുത്തിൽ പിടിമുറുക്കുമ്പോഴാണ് നമ്മിൽ പലരും സമയത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്നത് അല്ലേ. അതുവരെ സമയമുണ്ടല്ലോ എന്നായിരിക്കും ചിന്ത. അത് ചെയ്യിക്കുന്ന പ്രഭാവമാണ് കാലകണ്ഠി. ഇനി ഭക്തിയിലൂടെ നോക്കുമ്പോൾ കറുപ്പ് കണ്ഠാഭരണമാക്കിയിട്ടുള്ളവളാണ് ദേവി. അത് നീലകണ്ഠിയാണ്, അതായത് നീലകണ്ഠൻ്റെ പത്നി. ഈ നാമത്തെ കാളകണ്ഠി എന്നും വിശേഷിപ്പിക്കാറുണ്ട്. കാളയുടെ കണ്ഠത്തിൽ കെട്ടിയവൾ എന്ന അർത്ഥത്തിലും കാളകണ്ഠൻ്റെ പുത്രി എന്ന അർത്ഥത്തിലും. ശിവന് കണ്ഠേകാളൻ എന്നൊരു നാമമുണ്ട്.
ഹലാഹല വിഷം സുകണ്ഠത്തിൽ ഉറച്ചിട്ട് കണ്ഠം കറുത്തു പോയിരുന്നു ശിവന്, അല്ലേ? അതുകൊണ്ടാണ് കണ്ഠേകാളനും നീലകണ്ഠനുമൊക്കെ ആയത് അദ്ദേഹം. ഈ കണ്ഠേകാളൻ്റെ പുത്രിയായിട്ട് അവതരിച്ച മഹാകാളിക്കാണ് കണ്ഠേകാളി അല്ലെങ്കിൽ കാളകണ്ഠി എന്നീ നാമങ്ങളുള്ളത്. കാലത്തെ രക്ഷിച്ചവളാണ് കാളകണ്ഠി. ദാരുകൻ എന്ന മ്ലേച്ഛാസുരനെയും ദക്ഷന്റെ ശിങ്കിടിമാരെയും എല്ലാം നിഗ്രഹിച്ചിട്ടുള്ളവളാണ് മഹാകാളി. അഹങ്കാരത്താലും അധമത്താലും ആണ്ടുപോയ ആ ലോകത്തെ ഉദ്ധരിച്ചവളാണ് കണ്ഠേകാളി. ഭദ്രകാളി സ്തുതിയിൽ കണ്ഠേകാളിൻ്റെ പുത്രി എന്ന് തുടങ്ങുന്നൊരു ശ്ലോകമുണ്ട്. കണ്ഠേകാളാത്മജേ ദേവി കണ്ഠേകാളി മഹേശ്വരി ഭഗവത്യഖിലാധാരേ ഭദ്രകാളി നമോസ്തുതേ. ഇനി കാളയുടെ കണ്ഠത്തിൽ കെട്ടിയവൾ എന്നൊരർത്ഥം പറഞ്ഞു, ഇല്ലേ? അപ്പോൾ ദേവിയിലെ മഹാഗൗരി പ്രഭാവത്തെ മനസ്സിലാക്കണം. പരമശിവനാൽ ഗംഗാസ്നാനത്തിലൂടെ ഗൗരിയായി മാറിയ പാർവതി പിന്നെ ദുർഗമാസുര നിഗ്രഹത്തിനായിട്ട് പുറപ്പെടുകയാണ്. യുദ്ധസമയത്ത് ദുർഗമൻ ഒരു കാളയുടെ രൂപത്തിൽ ദേവിയെ ആക്രമിക്കുവാൻ വന്നു. എന്നാൽ അനായാസം ദേവി ആ കാളയെ ബന്ധനസ്ഥനാക്കി. അങ്ങനെ ദുർഗമന്റെ ഓരോരോ പ്രവൃത്തികളും ദേവി ഖണ്ഡിച്ചു. അവസാനമായിരുന്നു വധം. അതുകൊണ്ടാണ് കാളകണ്ഠി എന്നുള്ള പേര് ദേവിക്ക് വന്നത്. കലയിൽ നിന്നുള്ള കണ്ഠവും കാലകണ്ഠമാണ്. അന്നേരം കലാപരമായിട്ടുള്ള സ്വരങ്ങൾ, മൃദുവായി സംസാരിക്കുന്നവർ, സംഗീത ആലാപനം ചെയ്യുന്നവർ, ഇവരൊക്കെ കാലകണ്ഠന്മാരാണ് എന്ന് പറയേണ്ടി വരും. ഏവർക്കും കിട്ടുന്ന അനുഗ്രഹമല്ല ഇതൊന്നും. ഇനിയും നിരവധി അർത്ഥങ്ങൾ ഓരോരോ തലത്തിലൂടെ ഭാവിക്കാവുന്നതാണ്. നാം ഇവിടെ അവസാനിപ്പിക്കാം. നാമത്തിലെ ചിന്ത നമ്മൾ ആദ്യം പറഞ്ഞ അർത്ഥം തന്നെയായിരിക്കണം. കാലഘട്ടത്തിൻ്റെ ശബ്ദം. അങ്ങനെയുള്ള ശബ്ദമാകുന്നതിലൂടെ ആകണം നാമത്തിൻ്റെ വിജയം നമ്മിൽ തെളിയുന്നത്. നമസ്കാര ശബ്ദം ഓം കാലകണ്ഠേ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി.